ഹായ് മംസ്, വെൽക്കം ടു ഫീൽ ഗുഡ് മംസ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്താണ്, അത് ഹെൽത്തി ആണോ, നമ്മൾ ശരിയായ പ്രായത്തിലാണോ ചില ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത് എന്നും ഇത് കറക്റ്റായ സമയത്ത് കുഞ്ഞിന് കിട്ടുന്നുണ്ടോ എന്നും ഇതൊക്കെ കുഞ്ഞിന് ദഹിക്കാനായിട്ട് എളുപ്പമാകുന്നുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ടാണ് നമ്മുടെ കുഞ്ഞിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ കാരണം കൊണ്ട് കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷനായ കാര്യമാണ് ഇന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അമ്മമാർ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കിച്ചണിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് സ്റ്റീൽ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ വൂളും അതുപോലെ സ്റ്റീൽ അരിപ്പുകളും. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്ന സമയത്ത് ഈ സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതായത് സ്റ്റീൽ വൂള്, ഇത് പല സമയങ്ങളിൽ ഇങ്ങനെ പൊട്ടി പോകാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കും. നമ്മൾ വളരെ കാര്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് സ്റ്റീൽ അരിപ്പകളും. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കനം കുറഞ്ഞ പോർഷനാണ് ആ സ്റ്റീൽ അരിപ്പകളിൽ വരുന്ന ആ ഒരു ചെറിയ നാര് പോലെയാണ് ഇരിക്കുന്നത്. അതും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അരിക്കുന്ന സമയത്ത് ഇത് പൊട്ടി ഈ ഫുഡിലേക്ക് വീഴാനുള്ള ചാൻസും കൂടുതലാണ്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടും കരച്ചിലും തൊണ്ടയിൽ അസ്വസ്ഥതയും ആയിട്ട് കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ച് ലാസ്റ്റ് എക്സ്റേ എടുത്തപ്പോഴാണ് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഇതുപോലൊരു സ്റ്റീൽ വൂള് സ്റ്റക്കായിരിക്കുന്നത് കാണുന്നത്. ഇത് വളരെ നേർത്തതായത് കൊണ്ട് തന്നെ ഫുഡിൽ ഇതായിക്കഴിഞ്ഞാൽ നമ്മളിത് അറിയാറില്ല. കുഞ്ഞുങ്ങൾക്ക് ആ ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളത് വിഴുങ്ങുകയും ചെയ്യും. ഒന്നുകിൽ ഇത് കുഞ്ഞിൻ്റെ തൊണ്ടയിൽ സ്റ്റക്കാകാതെ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളെയും ഇത് ഡാമേജ് ആക്കും. ഇത് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുകയും ഇതുമൂലം ഉണ്ടാകുന്ന മുറിവുകൾ ശരിയായ സമയത്ത് കണ്ടെത്തി അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി കൂടുതൽ സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമായി മാറും. ഇത് കുട്ടികൾക്ക് മാത്രവുമല്ല, മുതിർന്നവരായ നമ്മളുടെ വയറിനുള്ളിൽ പോയി കഴിഞ്ഞാലും ഒരുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇത് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോയേക്കാം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും മുറിവുകളും ഒന്നും ശരിയായ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാക്കിയില്ലെങ്കിലാണ് അത് നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അത് എടുക്കാനും തുപ്പാനും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് അവരുടെ ഭക്ഷണം. അതിനകത്ത് എന്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറയാനായിട്ട് കഴിയില്ല. അവരത് ഈസി ആയിട്ട് വിഴുങ്ങുകയും ചെയ്യും. സപ്പോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യാതെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യം നിങ്ങളുടെ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം വയറുവേദനയോ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ്ങൊക്കെ കാണുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണുക. കുഞ്ഞിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു കുഞ്ഞിനെങ്കിലും നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ ഈ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്